ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല നല്ല രീതിക്ക് ബേബി കരച്ചിലായിട്ടും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരാൾ നോക്കുന്നുണ്ട്, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടുത്തെ അമ്മയുടെ അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ബേബി ഇപ്പോൾ രാത്രിയൊക്കെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ ഒച്ചപ്പാടും ബഹളമുണ്ട് പിള്ളേരുള്ള വീട്ടിലെ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ ആളൊന്ന് മോളിൽ കിടന്ന് ഉറങ്ങിയാണ് ഇപ്പം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ആൾക്ക് വേറെ നല്ല വേറെ ഒരു പുള്ളിക്കാരൻ നോക്കിപ്പോയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സുഖിനെ പെട്ടെന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നോർമൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിസേറിയനായി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അങ്ങനെ പെട്ടെന്ന് പറ്റാനുള്ള കാര്യം, എന്തെന്ന കാര്യം കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ശ്രുതി തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ എനിക്ക് വെൽക്കം ബോർഡ് വെച്ച് പതുക്കെ തുറക്കോളട്ടെ. പതുക്കെ തുറന്നില്ലെങ്കിൽ ഇവിടെ ഒച്ചപ്പാടായിരിക്കും. ഹലോ ഞാൻ കൊച്ചേ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ സംസാരം പഠിപ്പിച്ച് ശീലിപ്പിക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ ആള് സുഖകരമായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. സുഖകരമായിട്ട് ഉറങ്ങണ്ടല്ലേ? ഇത്ര ഒച്ചയൊക്കെ ഒരാളെ എണീക്കൂല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിലൊരു വണ്ടി പോയി കഴിഞ്ഞാൽ റോട്ടില് താഴെ ദൂരെ എവിടെയെങ്കിലൊക്കെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആളെഴുന്നേക്കും. തീർച്ചയായിട്ടും ആളെണീക്കും. അവിടെ താഴെ അച്ചാച്ചനൊക്കെ തുമ്മിയാലൊക്കെ എണീക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നടന്നാലും എന്ത് നടന്നാലും അറിയൂല ഉള്ളി ഉള്ളിലെ സുഖകരമായിട്ട് ഉറങ്ങിയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അതെ. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എല്ലാവരും ഡെലിവറി വ്ളോഗൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എല്ലാം നമ്മൾ കമൻസ് നോക്കുക. ഞാൻ വായിക്കൽ കുറവാണ് കേട്ടോ, ഞാൻ ഫോൺ എടുക്കലില്ല. പക്ഷെ എന്നാലും എല്ലാവരും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തും ഒക്കെ ഭയങ്കര സന്തോഷത്തിലുള്ള കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താണ് സംഭവം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാമെന്നുള്ളൊരു ഇതിലാണ്. പിന്നെ നമ്മൾ കുറേ ഒന്നും അതിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞിട്ടില്ല സത്യത്തിൽ. ഡെലിവറി വ്ളോഗിലാണേലും കാരണം ലാസ്റ്റ് ഇരുന്ന് കുറച്ചിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റണില്ല. അറിയാമല്ലോ ഒരു ഭാവി ഉണ്ടാകുമ്പോഴുള്ളൊരു എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ഞാനിപ്പോൾ തെളിയിച്ച് പറയിച്ചല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ചോദിക്കണേന്ന് റിപ്ലൈ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ ഇപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഒക്കെ ആയിട്ടിരിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് പറയുന്നത് എക്സ്പീരിയൻസ് നല്ല രീതിക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സർപ്രൈസുകളായിരുന്നു. വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു അവിടെ ഫുള്ള് നടന്നത്. ശരിക്കും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ നടന്നത്. ഒരു ദിവസം എന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-ാം തീയതി അല്ലേ, 4-ാം തീയതി വെളുപ്പിനൊരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ വാഷ്റൂമിൽ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെളുപ്പിന് രാത്രിത്തെ വെളുപ്പിന്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സാധാരണ എല്ലാത്തൊരു ബ്ലീഡിങ് കണ്ടപ്പോഴാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നോർമലി ചിലപ്പോൾ ലേബർ പെയിൻ സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഷോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് വന്നിരുന്നത്. അപ്പോൾ തന്നെ കണ്ണനുണ്ടായിരുന്നു, കണ്ണനെ വിളിച്ച് പിന്നെ ഒരു ബഹളമായിരുന്നു ഇവിടെ. എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് നമ്മൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇപ്പം തന്നെ വന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഡോക്ടറിനെ വിളിക്കാൻ പറ്റില്ല, വെളുപ്പിനല്ലേ ഡോക്ടറിനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാം വേഗം ഫാസ്റ്റ് അന്ന് തന്നെ പോകണമായിരുന്നു. 4-ാം തീയതി പോകണമായിരുന്നു വെറുതെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളോട് ആദ്യം ഡോക്ടർ ഒരു 20 ഡേറ്റ് പറഞ്ഞ്, പിന്നെ നമുക്കൊരു 13 പറഞ്ഞ്, പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞാൽ നമുക്കൊരു 8-ാം തീയതിക്ക് ഒപ്പിച്ചിട്ട് എന്തായാലും ചെയ്യുക എന്നുള്ളൊരു ഇതിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പിന്നെ 4-ാം തീയതി പോകുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ 4-ാം തീയതി അഡ്മിറ്റ് ആവും. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കോൺട്രാക്ഷൻ പോലെ പെയിൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു. നല്ല കോൺട്രാക്ഷനൊന്നും അല്ല, അങ്ങനെ വരുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വേഗം തന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ PV ഒക്കെ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞ ലേബർ പെയിൻ ആണ്, നമുക്ക് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ അഡ്മിറ്റായി. അന്ന് തന്നെ എന്ന് വെച്ചാൽ വെളുപ്പിന് അഡ്മിറ്റായി. അവർ നോക്കിക്കഴിയുമ്പോഴത്തേക്കും എല്ലാ PV എല്ലാം ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഓക്കെയാണ്. അപ്പോൾ പെയിൻ്റെ മെഡിസിൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഇപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് തനിയെ പെയിൻ വരണമായിരുന്നു, മെഡിസിൻ ഒന്നും ഇല്ലാണ്ടുള്ളൊരു പെയിനായിരുന്നു.
അപ്പം അങ്ങനെ അവർ പറഞ്ഞ് നാച്ചുറലായിട്ട് നടക്കണല്ലേ, നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം അന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ നടക്കണം. അത് കഴിഞ്ഞ് ലേബർ റൂമിൽ എന്നെ കുറേ നേരം കെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലല്ലോ, ഇവരെല്ലാവരും പുറത്തിരിക്കണം. കണ്ണിടക്കിടക്ക് കയറുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്തിട്ട് അവരെ കാണിച്ചു. നമ്മൾ പിന്നെ LDRP ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം കയറാനുള്ളൊരു ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്റ്റാർട്ട് ആവണം അത്രയും ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായില്ല. അത് എല്ലാം സ്റ്റാർട്ട് ആവാൻ പോയപ്പോഴാണ് അങ്ങനെ കണ്ണിടക്ക് കയറുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറില്ലാണ്ട്. അപ്പം ഞാൻ ഓർത്ത് അവരുടെ സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞിരുന്നു പുറത്തേക്ക് ആക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവർ എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് പിന്നെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോരം നേരം വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടക്കും, പോയിക്കോ പുറത്തേക്ക് പോക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഡേറ്റ് എന്ന് പറയാനുണ്ടായിരുന്നു, പക്ഷെ ലേബർ റൂമിൽ കാണാനല്ലോ എന്ന് ഓർത്തിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പെയിനൊക്കെ വരുന്ന മരുന്നൊന്നും വെക്കാണ്ട്, സാധാരണ നമ്മൾ മറ്റേ ട്യൂബ് എഴുതലും അങ്ങനത്തെ കുറേ പെയിനുള്ള മരുന്ന് തരലും ഒക്കെയാണല്ലോ, പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് പെയിൻ വന്നി. അപ്പം എല്ലാവരും ഹാപ്പിയായി, ഞാൻ ഹാപ്പി ആയിരുന്നു, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി പിന്നെ ഭക്ഷണമൊക്കെ നമ്മൾ ഇഷ്ടത്തിനൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും എല്ലാവർക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കണം. അതായിരുന്നു അന്നത്തെ ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള സംഭവം. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ലേബർ റൂമിലേക്ക് വിളിക്കും. പിന്നെ ഒരു 6 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും, വൈകിട്ട് ഒരു 6 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴും എല്ലാം നോർമൽ, PV നല്ലപോലെ ഡൈലേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് രാത്രി വേണമെങ്കിൽ റൂമിൽ തന്നെ കിടന്നോ, ഇനി ലേബർ റൂമിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വലിയ സന്തോഷത്തിൽ ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. അപ്പം എനിക്ക് ഇവരെല്ലാവരെയും കാണാമല്ലോ, എല്ലാവരെയും കണ്ട് വർത്താനം പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞ ഗർഭിണികളൊന്നും അവിടെ കാണാനുണ്ടായില്ലല്ലേ, ഞാൻ മാത്രമേ നടക്കണത് ഇങ്ങനത്തെ ഡ്രസ്സിലൊന്നും അല്ലട്ടാ. സംഭവം വെച്ചാൽ അവര് മറ്റേ ഉള്ളിൽ കയറി വിടാൻ കൊടുക്കുന്ന ഡ്രസ്സില്ല, ആ ഡ്രസ്സില് ലോകം മൊത്തം ഞാൻ നടന്നു. കാര്യം എന്ന് വെച്ചാൽ നടന്നാലല്ലേ നമുക്ക് നോർമൽ വേഗം ആകും, പെയിൻ വരും. പിന്നെ ഞാൻ എൻ്റെതായ എക്സസൈസുകൾ ചെയ്യണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും കാണുമ്പോഴൊക്കെ പേടിയായിരുന്നു, ചെയ്യണോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ് നമുക്ക് സ്ട്രെയിൻ ഇല്ലാത്ത എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ എടുക്കണ്ടേ, അതുകൊണ്ടാണ് ആൾക്ക് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒച്ചപ്പാടുത്താലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇത്ര അടുത്തിട്ട് ഇങ്ങനെ പറയാനായിട്ട് വിചാരിക്കല്ലേ. അതെ. അപ്പൊ ആളങ്ങനെ പിന്നെ ഇപ്പോഴാണ് ഉറങ്ങണതെന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പിന്നെ പറയാം, എന്തായാലും ഇത് പറയാം. അപ്പൊ അങ്ങനെ എന്താണ് പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ പെയിൻ വരാൻ തുടങ്ങി കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇടയ്ക്ക് വന്ന് തന്നെ നോക്കും, അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കുകയൊക്കെ ആയിരുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ പെയിൻ വരാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഓർക്കണത് ഇച്ചിരി വരട്ടെ, ഇതെന്ന് പറയുന്നത് ഭയങ്കര പെയിനാണെന്നുള്ള പറഞ്ഞ് കേട്ടേക്കണത്. അതെ, എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ശരിക്കും നമ്മുടെ പീരീഡ്സ് പെയിൻ്റെ ഒരു വേറൊരു ലെവല്. ആദ്യമൊക്കെ എനിക്ക് നല്ല പീരീഡ്സ് ആകുമ്പോൾ നല്ല പെയിനാണ്. അപ്പം എനിക്ക് എന്താ പെയിൻ സഹിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നൊരു വെളുപ്പിനായി കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ വിളിച്ചത്. നല്ല രീതിയിൽ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലേബർ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലേബർ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് എല്ലാം ഓക്കെ ആണ്, നല്ല PV ആണ്. അപ്പം എന്തായാലും ബേബിയുടെ ഹെഡൊക്കെ ഡൗൺ ആയി വന്നേക്കണേന്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം, ഇനി പോവണ്ട, ഒരു 4 മണിക്കൂറിനുള്ളിൽ പുറത്തുനിന്ന് പറഞ്ഞതാണല്ലേ. എൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് അന്ന് കാറിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 4 മണിക്കൂറിനുള്ളിൽ നോർമൽ ആയിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കുക, വേറെ ഒന്നുമില്ല, ശ്രുതി ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, PV നല്ല എല്ലാം നല്ല മാറ്റമുണ്ട്. ഇടക്കിടക്ക് PV ചെയ്യാനുണ്ട്. PV എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞത് ഭയങ്കര പേടി സ്വപ്നമായിട്ടാണല്ലോ, പക്ഷെ എനിക്കത് കൂളായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ഞാൻ വേദനിപ്പിക്കില്ലട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇത് വേഗം നടക്കുമല്ലോ നമ്മുടെ ഇത്. പിന്നെ എനിക്ക് അങ്ങനെയായി, ഇനി വേഗം കഴിഞ്ഞ് ബേബിനെ കണ്ടാൽ മതി അങ്ങനത്തെ നമുക്കൊരു ഇത് വരും. അപ്പം അങ്ങനെ വന്ന് അങ്ങനെ എല്ലാം സ്റ്റാർട്ടായെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് പോയി ഒരു 5 മിനിറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട്. അപ്പോൾ LDRPയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ആ സെറ്റപ്പ് ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ ഡോക്ടർ അകത്തേക്ക് കൂട്ടാൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പില്ലേ. അപ്പം ഞാനിവിടെ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്, എനിക്കിപ്പോൾ നല്ല പെയിൻ വരുന്നുണ്ടേ, അപ്പം ഹസ്ബൻഡിനെ കയറ്റുവാനായോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ ആരെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരു ഇത് വന്നു. നമുക്ക് പെയിൻ അത്രയും ഇതായിട്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ അവർ പറഞ്ഞത് ഇപ്പം തന്നെ റെഡിയാക്കോട്ടെ, റൂമൊക്കെ സെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെഡിയാക്കി. പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് സിസ്റ്റർ, ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡോക്ടർ അല്ലായിരുന്നു ആ നേരത്ത്, ലേബർ റൂമിൽ ഉണ്ടായിരുന്ന ആ. അപ്പം ഡോക്ടറിനെ വിളിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നടക്കുന്ന കാര്യം 4 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ആവും, അപ്പോൾ ഡോക്ടർ വന്നാൽ മതിയല്ലോ, അങ്ങനെയല്ലേ എല്ലായിടത്തും വന്നത്. അപ്പോൾ ലേബർ റൂമിലുള്ള ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര പാനിക്കായിട്ട് വിളിക്കുക പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും CTG വെച്ചിട്ടുണ്ടാവില്ല മോണിറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ സൗണ്ടൊക്കെ വന്ന പോലെ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റണില്ല അതിലെന്താണ് സംഭവിക്കണേന്നുള്ളത്. അപ്പോഴും ഞാൻ ഓക്കെ. അതിന് മുന്നേ തന്നെ അവർ വാട്ടർ ബ്രേക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ പ്രസവം എടുക്കാറാകുമ്പോഴത്തേക്കും വാട്ടർ ബ്രേക്ക് ചെയ്ത് വിടുമല്ലോ. അപ്പോൾ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അത്യാവശ്യം നല്ല പെയിനായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ പെട്ടെന്നാണ് ഇവരിങ്ങനെ വിളിക്കണത്. അപ്പോൾ തന്നെ വേഗം കൊണ്ടുവന്നൊരു ട്രിപ്പ് ഇട്ടപ്പോഴേക്കും ഞാൻ ചോദിച്ചാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴേക്കും ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് താഴ്ന്നു പോകുന്നുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ ട്രിപ്പ് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നോർമലായിട്ടുള്ള സംഭവമാണ്, കോൺട്രാക്ഷൻസ് വരുമ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഇതുപോലെ താഴും ചിലവർക്ക് എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടറും സിസ്റ്റേഴ്സും അവിടെ ഉള്ള എല്ലാ സിസ്റ്റർമാരും അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ തന്നെ ഒരു പ്രാവശ്യം കൂടെ താഴ്ന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ മോനെ നമുക്ക് C-സെക്ഷൻ ചെയ്യാം, ബേബി മെക്കോണിയം പാസ് ചെയ്തെന്ന് പറഞ്ഞു. അതും ഞാൻ കേട്ടത് പോലും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്നും മിണ്ടിയ പോലും ഇല്ല. എനിക്ക് എന്താണ് സിസേറിയനാണോ നോർമലാണോ എന്നുള്ളതൊന്നും പോലും മനസ്സിലാവാത്തൊരു സംഭവമായിപ്പോയി. അത് കഴിഞ്ഞ് ഇവരോട് പുറത്ത് ചെന്നിട്ട് അപ്പൊ ആ ഗ്യാപ്പിന്റെ ഇടയിൽ 4 മണിക്കൂർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പില് അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ ലേബർ റൂമിന്റെ ഫ്രണ്ടിലുള്ളു. അപ്പൊ 4 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ എല്ലാവരും അമ്മയും രണ്ടമ്മമാരും പിന്നെ തക്കൂക്ക റൂമിലേക്ക് പോയിട്ട് ഫുഡ് നൈസായിട്ട് ചായ അടിച്ചിട്ട് സ്കീമിൽ അങ്ങോട്ട് പോയി. അപ്പൊ വന്നിട്ട് വേഗം എനിക്ക് തോന്നി ഇവര് പറഞ്ഞത് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഹാപ്പിയായി ഇവര് നടന്ന് റൂമിലെത്തണേന് മുന്നേ തന്നെയായിട്ട് വിളി ചെല്ലണേന്ന് വേഗം വാ എന്ന് പറഞ്ഞിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നത്. അപ്പം അവര് വേഗം വന്ന് വേഗം അച്ഛൻ ഞാൻ എന്നെ ആദ്യം കയറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നപോലെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്താ വെച്ചാൽ ചെയ്തു, എല്ലാം മര്യാദ ആവട്ടെ എന്നുള്ള സെറ്റപ്പിൽ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒന്നുകൂടി വിളിപ്പിച്ച്. അപ്പോഴാണ് സുധനെ കാണാൻ പറ്റിയത്. സുധ വഴി കൊണ്ടുപോണ്ടായോ പേടിച്ചിട്ട് എന്താ സംഭവിച്ചില്ല. അവിടെ അതിൻ്റെ ഉള്ളിൽ ഓടിയിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ കുറെ നഴ്സുമാരും കുറെ ഡോക്ടർമാരും എന്നെ വന്ന് കൊണ്ടുപോണ്. ഞാൻ ഹെയർ പോലും സത്യത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കയറ്റുമ്പോഴത്തേക്കും പിന്നൊക്കെ ഇടുവല്ല, അവര് വേഗം തന്നെ നോക്കിയപ്പോൾ എന്റെ മുടിയൊന്നും മര്യാദക്കല്ല. അവർ വേഗം ഒരു ക്യാപ്പൊക്കെ വെച്ച് തന്ന്. എനിക്കറിഞ്ഞൂടെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്നതെന്നുള്ളൊരു സംഭവം. പിന്നെ നമുക്കിങ്ങനെ ഒരു പേടി ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമല്ലോ. ബേബി മെക്കോണിയം പാസ് ചെയ്ത് ഓക്കെ ആണെന്ന് ചിന്തിക്കാൻ പോലുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അവർ പോണ വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ണിന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കണ്ണിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് സിസ്റ്റർ പറഞ്ഞു അന്നേരത്തെ ഞാനില്ലേ എന്ത് പറയണം എന്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരുടെയൊക്കെ മുഖം കാണുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് മനസ്സിലാവണില്ല. അച്ഛനോട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ണൻ്റെ അടുത്ത് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വേഗം തന്നെ റൂമിലേക്ക് പോയി. പിന്നെ അവരെന്നോട് ഒന്ന് പൊന്തി ഇപ്പുറത്തേക്ക് കിടക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. നേഴ്സുമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണം. എന്റെ പിന്നെ അത് കാണുമ്പോ ആരെയും ഉള്ളിൽ പേടിച്ചു. സത്യം എന്ന് വെച്ചാൽ ഇവര് എടുക്കണ സാധനങ്ങളൊക്കെ താഴെ വീഴണ്. ഭയങ്കര ഒരു ബഹളം. നമ്മൾ വിചാരിക്കുന്ന ഒരു ഓപ്പറേഷനേ അല്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അനസ്തീഷ്യ തന്നെ ഡോക്ടർ അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് മറ്റേ നോർമലി നമുക്ക് നടുവിന് ഇഞ്ചക്ഷൻ തന്നിട്ടുള്ള സംഭവമൊക്കെയാണ്, അത് മരവിപ്പിക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ അനസ്തീഷ്യയാണ് തന്നത്. അപ്പോൾ അവർ മൂക്കിലും മണപ്പിക്കുന്ന സമയത്താണ് എന്നോട് അലർജി എന്തെങ്കിലും ഉണ്ടാ, എന്തെങ്കിലും മെഡിസിൻ കഴിക്കണുണ്ടാന്നൊക്കെ അവർ ആ ടൈമിലാണ് എന്നോട് ചോദിക്കുന്നത്. നമ്മളൊരു ഓപ്പറേഷന് പ്രിപ്പയർ ആവുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുമല്ലോ ഇതൊക്കെ. ഇതൊന്നും ഉണ്ടായില്ല. ഇതൊരു വേഗം തന്ന ഉടനെ തന്നെ അനസ്തീഷ്യ ഒന്നും പറ്റില്ല. ഞാൻ ഇടക്കിടക്ക് ഫോൺ തിരിച്ചാണ് വെച്ചേക്കണത്. എന്താന്ന് അറിയൂടാ. അപ്പൊ എന്താ ഇത്ര കിടന്ന് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചെന്ന് നോക്കുമ്പോ കട്ടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ അനസ്തീഷ്യ തന്ന്. പിന്നെ നമുക്കറിയാലോ ബോധം ഫുൾ എൻ്റെ പോയി, ഞാൻ അറിഞ്ഞ പോലും ഒന്നും. അങ്ങനെയായിരുന്നു നമ്മളൊരു നോർമലിന്ന് പെട്ടെന്ന് ഒരു സിസേറിയനിലേക്ക് എത്തിയത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പോലും പുറത്ത് നിന്നിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നുള്ളൂല്ലേ. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി
പുള്ളി അവിടെ എൻജോയ് ചെയ്യണം. പുള്ളി ബോക്സിങ് കളിക്കാരൻ. അപ്പൊ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ബേബി പുറത്തേക്ക് എടുത്ത് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ശ്രുതി ഓക്കെ ആയിട്ട് ശ്രുതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേറെ ഡോക്ടർ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ പേടിപ്പിക്കുകയാണ്. അനസ്തേഷ്യ ഡോക്ടർ എന്ന് പറഞ്ഞ് ബേബിനെ പുറത്തെടുത്തിട്ടുണ്ട്, എന്റെ കാര്യം പറയാനായിട്ട് വേറെ ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ ഡോക്ടറിനെയൊക്കെ, എന്റെ മെയിൻ ഡോക്ടറിനെയൊക്കെ വിളിക്കണതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. വണ്ടി വിട്ടിട്ടുണ്ട്, ഡോക്ടർ വേഗം വരണം എന്നൊക്കെ പറയണത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഡോക്ടർ എത്തുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ലേബർ റൂമിൽ ഉണ്ടായിരുന്ന അവർ തന്നെ ചെയ്ത് നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പം ഇവരും പുറത്ത് നിന്നിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ബേബിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവരും. കുറച്ച് ഇതുണ്ടല്ലോ ബേബി പുറത്തേക്ക് എടുത്ത് പിന്നെ നമ്മളെ കൊണ്ട് കാണിക്കും കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴും കുറച്ച് വെയിറ്റ് സമയം എടുക്കുമല്ലോ. പിന്നെ ഒബ്സർവേഷനിലായിരുന്നു ഒരു 5 മണിക്കൂറോളം. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ ഒട്ടും വിചാരിക്കാണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു. അപ്പം എന്തായാലും പിന്നെ നമുക്കൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായാലും സിസേറിയനായിരുന്നു, നമുക്ക് ബേബിനെ സേഫായിട്ട് കിട്ടാന്നുള്ളതായിരുന്നു നമ്മുടെ നേരത്തെ എല്ലാവരുടെയും ഒരു ഇത്. പിന്നെ നമുക്ക് കണ്ണനെ കൊണ്ടൊക്കെ സൈനൊക്കെ ചെയ്യിപ്പിച്ചത് പിന്നെയാണ് തോന്നുന്നത്. അവര് അത്രയും സേഫ് ആയിട്ട് വേഗം തന്നെ അത് അവർക്കത് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരത് വെയിറ്റ് പോലും ചെയ്യാണ്ട് എന്നെ കൊണ്ട് സൈൻ ഇട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഞാൻ വേഗം ഒപ്പിട്ടപ്പോഴേക്കും ഇവിടെ വേഗം കിട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും, ഡോക്ടർ ആണെങ്കിലും എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബേബിനെയൊക്കെ കാണുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. സാധാരണ നമ്മുടെ മേത്തേക്ക് വെച്ചേരും സിസേറിയൻ ആണെങ്കിലും എന്നൊക്കെയാണല്ലോ നമ്മളൊക്കെ കേട്ടേക്കുന്നത്. ഇത് ഞാനും ബോധമില്ലല്ലോ, എനിക്ക് ഒട്ടും ബോധമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ടുവന്ന് എന്നെ കാണിച്ച് എനിക്ക് അത്യാവശ്യം ബോധം വന്നപ്പോ തോന്നണം എത്ര മണിയായിട്ടുണ്ടെന്ന് കൊച്ചിനെ കൊണ്ട് ഇവരൊക്കെ ആദ്യം കാണിച്ച് പിന്നെ രണ്ടാമത് ആളെ റെഡിയാക്കി ഇടും. നിങ്ങളെ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലേ, എല്ലാം കാണിച്ചിട്ടുണ്ടായില്ലേ. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും എന്താണ് നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങളായിരുന്നു നടന്നത്. കുറെ ടെൻഷൻ അടിച്ചെല്ലാവരും പുറത്ത് നിന്നിട്ട് ഇത്ര നാളെ അടിച്ചിട്ടില്ല ഇതേപോലത്തെ ടെൻഷൻ. അതില് നമ്മളിങ്ങനെ നോക്കി നിൽക്കാതെ നമ്മള് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ തന്നെ ഡോക്ടർ വന്നിട്ടുണ്ട് അത്യാവശ്യമായിട്ട് ഇങ്ങനെ എന്ന് പറയുമ്പോ ആരായാലും എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇപ്പൊ അമ്മമാരൊക്കെ നമ്മൾ ഓരോരുത്തർ വിളിക്കുമല്ലോ. അപ്പൊ എല്ലാവരോടും ഇപ്പൊ ആകുന്നുള്ളൂ, ഇന്ന് 4 മണിക്കൂർ ഉണ്ടെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഇവിടെ നിന്നൊക്കെ എല്ലാവരും ഒക്കെ വരാനുള്ളൊരു പ്ലാനും അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ. അപ്പൊ ആകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ എത്താം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറിയത്. അങ്ങനെയായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ടെൻഷൻ അടിക്കാൻ ഒരു ഗ്യാപ്പേ കിട്ടിയില്ല. എനിക്ക് എന്താണ് നടക്കണേന്ന് മനസ്സിലായില്ല. ഞാനും കൂടെ ആകെ ഇതായിപ്പോയി, എന്താണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പെയിൻ ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അങ്ങനെ എന്താണ് നടക്കണേന്നൊരു പിടുത്തവും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ എന്തായാലും ബേബിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയായി. ഇപ്പൊ എന്തായാലും ആള് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മെയിൻ പരിപാടി. പിന്നെ മെയിനായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും ഒരുപാട് പേര് കുറേ പേര് വിളിക്കുകയും മെസ്സേജ് അയക്കും, പിന്നെ പ്രാർത്ഥനകളായിട്ടും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം പോരല്ല, ഡോക്ടേഴ്സിൻ്റെ കഴിവും കൂടെ വേണ്ടേ എന്നുള്ളൊരിത്. പക്ഷെ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കഴിവ് വേണം, ശരിയാണ്. എന്നാലും നമ്മൾ ഇപ്പൊ വീഡിയോ കാണുന്നവരോട് ഡോക്ടേഴ്സിന്റെ കഴിവെടുക്കാൻ പറയാൻ പറ്റൂലല്ലോ. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലേ ഉള്ളൂ. നമ്മുടെ ഫാമിലി പോലെ കിട്ടിയത് സത്യം. അവരെ കിട്ടിയതും നമ്മുടെ ബേബിനെ സേഫ് ആയിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയതും. അപ്പോഴും നമ്മൾ ഓരോരുത്തരും എൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെയും മെസ്സേജ് അയക്കണം, ഓക്കെ അല്ലേ, എല്ലാം എങ്ങനെയായിരുന്നു, നോർമലായിരുന്നോ, സിസേറിയൻ ആയിരുന്നോ എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണതാണ്. അപ്പം അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. പിന്നെ ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ. ബേബി പുറത്തേക്ക് വന്നേ ഉള്ളൂ. ഇനി ഹാപ്പി ആയിട്ട് നമ്മൾ എല്ലാ കാര്യവും മുന്നോട്ട് പോകണമല്ലോ. ഇപ്പം ഞാനും ഓക്കെ തന്നെ, പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതെന്തായാലും ഉണ്ടാവുമല്ലോ. ഭാവിയിൽ പ്രശ്നമാകും. ഇത് നമ്മളെല്ലാം എടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. ഇതറിയാവുന്ന കുറെ പേരുണ്ടാവും അറിയാം. ഇതുപോലെ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതിന്റെ തലേ ദിവസം ഞാൻ ഈ സിറ്റുവേഷൻ കണ്ടതായിരുന്നു. അവിടെ ലേബർ റൂമിൽ ഞാൻ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇതുപോലെ ഒരു ചിടാപിടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു സിസേറിയൻ ഇതുപോലെ നടന്നായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണല്ലോ നമുക്ക് ഇങ്ങനെ വരും എന്നുള്ളൊരിത്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതെ, അപ്പോ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പൊ ഹാപ്പി ആയിട്ട് പോണ്. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന നമ്മളെ ഉൾപ്പെടുത്താം. ഇങ്ങനെ മുന്നോട്ട് പോവാം. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇതും കൂടി പറഞ്ഞല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.